ഹലോ നമസ്കാരം, എല്ലാവർക്കും ട്രാവൽ ഡോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മൂന്നാറിലാണുള്ളത്. മൂന്നാറിലെ ആനച്ചാൽ ബേസൻ വാലി റോഡിലുള്ള ബാംബുഡെയിൽ റിസോർട്ടിലാണുള്ളത്. ബാംബുഡെയിൽ എന്ന് പറഞ്ഞാൽ മുളകളുടെ താഴ്വാരം. ഇന്നലെ രാത്രി ഇവിടെ ആയിരുന്നു സ്റ്റേ. കുറച്ച് ലൈറ്റായിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ പോകുന്ന റിസോർട്ടുകളുടെയൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ആ റിസോർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ റിവ്യൂ ചെയ്യാറുള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ബുക്കും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മുന്നിൽ കാണുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് രീതിയിലുള്ള റൂമുകളുള്ള ഒരു വില്ലയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്നത് ഇതിൻ്റെ മുകളിലുള്ള റൂമിലായിരുന്നു. ഇനി ഇതിൻ്റെ ബാക്കിലാണ് സിംഗിൾ കോട്ടേജുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ റൂമിൻ്റെ ഇവിടുത്തെ ഈ റൂമിൻ്റെയും അതുപോലെ തന്നെ ആ സിംഗിൾ കോട്ടേജുകളുടെയൊക്കെ ഞാൻ റൂമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ചെറിയൊരു വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആടി കളിക്കണ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് അമർത്തിയേക്ക് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളിങ്ങനെ വെറൈറ്റി ആയിട്ട് പല സ്ഥലങ്ങളിലും ട്രാവൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. എല്ലാം ബാംബു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ബാംബുവിലാണ് എല്ലാം ഫർണിച്ചറുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ക്യൂട്ട് ഡിസൈനാണ് കണ്ടോ, അതൊക്കെ ബാംബുവിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ വാട്ടർഫോൾ ഉണ്ട്, അവിടെ ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങോട്ടാണ് ചെറിയ സിംഗിൾ കോട്ടേജുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ വാട്ടർഫോൾ കാണിച്ചത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ആക്ടിവിറ്റിയാണത്. കുട്ടികൾക്കും ഒക്കെ കുളിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കംപ്ലീറ്റ് ഏലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റുഭാഗവും കംപ്ലീറ്റ് ഏലത്തോട്ടങ്ങളാണ്. അതുപോലെ തന്നെ അതിൻ്റെ നടുവിലാണ് ഈ ബാംബുഡെയിൽ എന്ന് പറഞ്ഞ ഈ റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ കോട്ടേജിനുള്ളിലൂടെ ഇങ്ങനെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ള ഒരു ഫീലാണ് കേട്ടത്. നിറയെ സൈഡിലൊക്കെ ഏലം കണ്ടോ, ഏലൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കോട്ടേജ് കേട്ടോ. ഒരു ഡബിൾ വില്ല വരുന്ന കോട്ടേജ്. ഒക്കെ ഒരു ട്രീ ടോപ്പ് കോട്ടേജുകളാണ് എല്ലാം കണ്ടോ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ കണ്ടോ നിങ്ങൾ, അടാറ് വ്യൂ ആണ്. ഇതൊക്കെ ഈ പ്രോപ്പർട്ടിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. ഇവിടെ പോയിട്ട് കുളിക്കാം. താഴോട്ട് ഇറങ്ങി അതിലാണ് നമുക്കിതിൽ ഇങ്ങോട്ട് വരേണ്ടത്. ഏതായാലും ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ് കേട്ടോ. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റിനുള്ളിൽ വാട്ടർഫോള്, പിന്നെ ഏലത്തോട്ടങ്ങൾ, നല്ല ഫുള്ള് ഗ്രീനറി നിറഞ്ഞിട്ടുള്ള നിറയെ കിളികളുടെ ശബ്ദങ്ങൾ ഒക്കെ എല്ലാം കൊണ്ടും ഇതിനുള്ളൊരു ആംബിയൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പുറം ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഒരു ദിവസം നമുക്ക് ഫാമിലിയായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റിസോർട്ടാണ് ബാംബുഡെയിൽ. അപ്പോൾ നമ്മൾ ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കുക. അങ്ങോട്ട് എത്തുമെന്ന് അറിയില്ല, നല്ല വഴിക്കലുണ്ടെന്നാണ് പറഞ്ഞത്. അതെന്തായാലും പോയി നോക്കുക. ഈ ഏലത്തോട്ടത്തിനുള്ളിലൂടെ ഇങ്ങനെ അല്ലേ, സൂപ്പർ വൈബാണ്. സ്ഥലമാണ്, ഫാമിലിക്കൊക്കെ കിടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റ്, നിങ്ങൾക്ക് ആ കോട്ടേജിൽ സിംഗിൾ കോട്ടേജ് ആണെങ്കിൽ കുറച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പാർട്ട്മെൻറ്റിലുള്ള റൂമുകളാണെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ബാംബുഡെയിൽ. പിന്നെ ഇതൊക്കെ പോരെ, ഒരു ഫാമിലിക്ക് ഇവിടെ വന്ന് ആഘോഷിക്കാൻ പറ്റുന്ന സൂപ്പർ സ്ഥലമാണ്, ഒരു സംശയമില്ല. ഇതേ ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിട്ടോ. ഇവിടെ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇവിടെ നല്ല അവിടുന്ന് ഇങ്ങനെ മേലേന്ന് നോക്കിയപ്പോൾ നല്ല വഴുക്കലുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അതിൻ്റെ അടുത്തെത്തി. മേലെന്ന് ഇങ്ങനെ തട്ടായിട്ട് വീണ് വരുന്ന വെള്ളം, ഇതിന് താഴെ ഇങ്ങനെ പോയി ഇരുന്ന് നല്ല കുറേ നേരം ഇങ്ങനെ ചില്ലായിട്ടിരിക്കാം, ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ. ഒന്നുമില്ലാതെ, വേറെ പുറം ലോകത്തു നിന്നുള്ള ഒരു സംഗതിയും അറിയാതെ
എല്ലാ ടെൻഷനും മറന്ന് സുഖമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഇതാണ് നമ്മുടെ ബാംബുഡെയിൽ റിസോർട്ടിലെ ട്രീ ഹൗസ്. സിംഗിൾ ബെഡ്റൂമാണിത്. മുകളിൽ ഡബിൾ ബെഡ്റൂം ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ ബെഡ്റൂം വില്ലയിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. നല്ല ക്യൂട്ട് ഡിസൈനാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. സൈഡ് കൊടുത്തിട്ടുള്ള കർട്ടൺ ആയിരുന്നാലും ബെഡായാലും ബെഡ് ലാമ്പ് ആയിരുന്നാലും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള വുഡിൽ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് വുഡ് ഫിനിഷിൽ ചെയ്തിട്ടുള്ള ഡിസൈനാണ് ഇവിടെ ബാംബുഡെയിൽ റിസോർട്ടിലെ ട്രീ ഹൗസിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റൂഫിൻ്റെ അവിടെ മേലെ കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ കൊടുത്തിട്ടുള്ള ഒരു ഇത് കണ്ടോ. അപ്പോൾ ഇരുട്ടുള്ള സമയമാണെങ്കിലും നമുക്ക് കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് വെളിച്ചം ഉള്ളിലേക്ക് കയറും. ഇനി ഇവിടെ ഇങ്ങനെ ഈ ഒരു കർട്ടൻ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ അങ്ങോട്ട് ബാൽക്കണി വ്യൂ ആണ്. നമുക്ക് ഈ ഡോർ ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാവ്, അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് വ്യൂ ആണ് കംപ്ലീറ്റ് ഉള്ളത്. ഇവിടെ ഒരു ഇരിപ്പിടം ടീപ്പോയും ചെയറൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടല്ലേ സംഭവം. കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് വ്യൂ. ഇതിൻ്റെ നടുവിൽ ഇതാ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു മരം ഇങ്ങനെ ഇവിടെ ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാട്ടർഫോൾ കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നത് നല്ല സൂപ്പറായിരുന്നു ഇവിടുത്തെ സ്റ്റേ. ഞങ്ങളിവിടെ അടുത്ത് പിന്നെ ട്രീ ഹൗസിലാണ് താമസിച്ചത്. അപ്പോൾ നല്ലൊരു ഇതാണ്, സ്റ്റാഫെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. വാട്ടർഫോൾ അതിൻ്റെ സൂപ്പറായിരുന്നു. അപ്പോൾ അത് വാട്ടർഫോളിൽ പോയി കുളിച്ചോ? കുളിച്ചില്ല. അപ്പോൾ നല്ലതായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ലതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു, ഡിന്നർ സൂപ്പറായിരുന്നു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ബാംബുഡെയിൽ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണ്. ഒരു കപ്പിൾസിന് ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ബാംബുഡെയിൽ. മൂന്നാറിലെ ആനച്ചാലിൽ നിന്ന് ബേസൻ വാലി റോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോറസ്റ്റ് വൈബ് ആംബിയൻസ് കിട്ടുന്ന ഒരു റിസോർട്ടാണ് ബാംബുഡെയിൽ. ഏതായിരുന്നാലും ഇതിൻ്റെ ബുക്കിങ്ങും മറ്റു ഡീറ്റെയിൽസ്, ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസും മറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് തേക്കടിയിലേക്കാണ്. തേക്കടിയിൽ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ തേക്കടിയിൽ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പറ്റിയാൽ നമുക്ക് തേക്കടിയിൽ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് ഒന്ന് കളറാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തേക്കടിയിൽ വെച്ച് കാണാം. ബൈ.